ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വളരെ നാടൻ രീതിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന വളരെ രുചിയുള്ള കക്ക റൊട്ടി അഥവാ കുഞ്ഞു റൊട്ടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞു റൊട്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ അരി കുതിർത്ത് വെക്കണം. ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ റേഷൻ അരിയിലാണ് പുഴുക്കലരി, ആ ഒരു അരിയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇളം ചൂട് വെള്ളത്തിലാണ് ഈ ഒരു അരി കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഒരു ഏകദേശം 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരി കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടി വേണം ഇതിൻ്റെ കൂടെ അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് അതിൻ്റെ കാൽഭാഗത്തോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കയ്യിലൊരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ പെരുംജീരകവും ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി ചെറിയ പീസസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ വെള്ളമൊന്നും ചേർക്കാതെ അത്യാവശ്യം ഇത് അരയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർത്തിട്ട് ഇത് വളരെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. അരി ഇതുപോലെ നമ്മുടെ മിക്സിയുടെ കാൽഭാഗത്തോളം ഇട്ട് കൊടുത്താൽ നമ്മളിപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. 250 കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഞാനിത് അരക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ വേണം. ഓവറായിട്ടുള്ള ചൂടുമല്ല, വളരെ കുറവായിട്ടുള്ള ചൂടല്ല. അപ്പോൾ ഒരു മീഡിയം ചൂടുവെള്ളത്തിൽ നമുക്കിത് കുതിർത്ത് വെക്കണം. ഞാനിവിടെ നല്ലപോലെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി, നമ്മുടെ റൊട്ടിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പൊടി കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അതേപോലെ മിക്സിയുടെ കാൽഭാഗത്തോളം മാത്രം ഇട്ടിട്ട് അരച്ചെടുത്താൽ നമുക്ക് ഏകദേശം നമ്മൾ 3 കപ്പിന് 1 കപ്പ് വീതം പോലെ അരച്ചെടുത്താൽ അതിൻ്റെ കൂടെ തേങ്ങയും സവോളയും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെള്ളം എന്തായാലും നമുക്ക് കുറച്ച് മതി അരച്ചെടുക്കാൻ. കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് അരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ കൂടുതൽ അരി ഇട്ട് കൊടുത്താൽ പിന്നെ ശരിക്കും അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മളുടെ അരിപ്പൊടിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അരക്കുന്ന സമയത്ത് സവോളയും പെരുംജീരകവും ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ ഒരു പറിച്ചമ്പിലേക്ക് ഞാൻ അടിഭാഗത്ത് വെള്ളം, നമുക്ക് ഏകദേശം ഇത് 45 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ അടിഭാഗത്ത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മുടെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പാകത്തിലുള്ള സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ എനിക്കതിന് പാകത്തിനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഉരുട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ബോൾസ് ആക്കിയിട്ട് സെൻറ്ററിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് കേട്ടോ, ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. വളരെ ചെറുതാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നുന്നുള്ളത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ഏകദേശം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണം. ആ ഒരു സമയത്ത് നമുക്ക് ബീഫ് ഇതിലേക്ക് വേണ്ട കൂട്ട് റെഡിയാക്കാം. ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള 2 സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത 2 സവോള ഇതിലേക്ക് നേരിയതായിട്ട് കട്ട് ചെയ്ത 2 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. സവോള നല്ല രീതിയിൽ വന്നതിന് ശേഷം ഇതുപോലെ വലിയൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളിയാണ്. മീഡിയം സൈസുള്ള 2 തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 ഇതേപോലെ വലിയ പച്ചമുളകും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 4 പച്ചമുളകൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഇപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ബീഫ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒറോട്ടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിവിടെ ചേർക്കുന്നുള്ളത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച ബീഫ്, കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ബീഫ് നല്ലപോലെ വെന്ത് വരുന്നവരെ നമുക്ക് കുക്കറിൽ വിസിലാക്കി എടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കറി ലൂസായി പോയാൽ നമ്മുടെ ഇതിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് ഒഴിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് ലൂസാക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ ലൂസിൽ ചെയ്തെടുത്താൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം, ഏകദേശം നമ്മുടെ ബീഫൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കറി എത്ര ടേസ്റ്റി ആകുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞൊറോട്ടിയും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നമ്മുടെ വീട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ വെച്ചെടുക്കാം. എനിക്കിപ്പോൾ ഞാൻ ആദ്യം ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുഴുവനായിട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരുംജീരകവും ഇതേപോലെ ഒരു സവോളയുടെ 1/4 ഭാഗവും കൂടി എടുത്തിട്ട് നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നൈസാക്കിയിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് ആദ്യം ഇറച്ചിക്കറിയിലേക്ക്, നമ്മൾ ഉണ്ടാക്കിയ ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി നമ്മുടെ കറിയും കുഞ്ഞൊറോട്ടിയും എല്ലാം മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. അതിപ്പോൾ ഞാൻ എടുത്തിട്ട് നമ്മുടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളവും കൂടി പാകത്തിന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലൂസ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മുടെ ഗ്രേവി ലൂസ് പോലെ വെള്ളം പോലെ കാണാൻ പാടില്ല. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ വേണം. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് പതപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കുഞ്ഞു റോട്ടി എല്ലാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒറ്റ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ആവി വരുന്ന രീതിയിലേക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പുഴുങ്ങൽ റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി വരുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ചൂടെത്തുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞൊറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു ഐറ്റമാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.